തൂക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തൂക്ക്. കംബാക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കംബാക്ക് ഈ സിനിമ ചരിത്രത്തിലാരും വന്നിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഒരു കംബാക്കാണ് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അത് പോയിട്ട് അഴിഞ്ഞാട്ടം വന്നവനും നിന്നവനും പോയവനും സൈഡിൽ നിന്നവനും ഏറി നിന്നവൻ വരെ വന്ന് അഴിഞ്ഞാടിയിട്ട് പോയി. അതിനിടയ്ക്ക് സാൻഡി മാസ്റ്റർ എന്തഴിഞ്ഞാട്ടമാണ്, ദിലീപ് എന്തഴിഞ്ഞാട്ടമാണ്. പിന്നെ അതിനകത്തുനിന്ന് ഓരോ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ വന്ന് അഴിഞ്ഞാടി ആട്ടപ്പലോളി ആടിയിട്ടാണ് പോയത്. അതൊക്കെ കഴിഞ്ഞപ്പം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പുതിയൊരു അവതാരം വരും. എൻ്റെ പൊന്നെ ലാലേട്ടൻ്റെ പ്രൈം ലാലേട്ടനെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റൂടെ? ഈ ലാലേട്ടൻ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ പോർഷൻ മാത്രം വെച്ച് ഈ സീസൺ മൊത്തം അഴിഞ്ഞാടാം. അമ്മാതിരി മാസ് സാധനമുണ്ട് ലാലേട്ടൻ ചെയ്ത് വെച്ചിരിക്കണം. എന്നാ ലുക്ക് ലാലേട്ടനെ കണ്ടല്ല, കുറച്ച് ഫോട്ടോസ് ഇട്ടിരുന്ന വീട്ടിൽ കൊണ്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നു. അമ്മാതിരി ലാലേട്ടൻ്റെയൊക്കെ കൊലത്തൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ കൊലത്തൂക്ക്. ലാലേട്ടൻ ഇതിനകത്ത് ഡാൻസ് കളിക്കണടാ, ഇവിടെ പറ്റൂലടാ. ദിലീപ് പോലും അങ്ങനെ കളിക്കാൻ പറ്റില്ലടാ. ലാലേട്ടൻ്റെ ഡാൻസ് കളിക്കാൻ എൻ്റെ കംബാക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കംബാക്ക് സ്വപ്നത്തിൽ പോലും ഒരു നടനും കിട്ടില്ല. അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം. ഇതെല്ലാം സഹിക്കാം. പിന്നെ 2 ചേട്ടനും അനിയന്മാരുണ്ട്. എൻ്റെ അമ്മോ ചിരിച്ചിരി ചത്ത്. ധ്യാൻ ശ്രീനിവാസൻ്റെ മിനി ശ്രീനിവാസൻ്റെ ഒരു കോംബോ. ഇവർ ജീവിതത്തിൽ ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അമ്മാതിരി ഒരു കോംബോ. അയ്യോ, ഇനി ഇതിൻ്റെ ഒരു ഓജി വരുന്നുണ്ട് കേട്ടോ. ഓജി അഴിഞ്ഞാട്ടം പാർട്ട് 2. അതിലാണ് ലാലേട്ടൻ്റെ ഒരു 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 ഇടിപെട്ട് സാധനം ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് തമിഴിൽ നിന്നൊരു ഒരു വൻ സാധനം വരുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല. എന്തായാലും ചെന്ന് തിയേറ്ററിൽ നിന്ന് പോയി കാണാം. ഈ സീസൺ ഇത് തൂക്കിയതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു.